ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ജിയോ ഫുഡ് ന്യൂസ് ഡേ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇന്ന് നാം ചിന്തിക്കാനായിട്ട് പോകുന്നത് ഒരു നല്ല സ്നേഹിതനെ, ഒരു നല്ല സഹോദരനെ നമുക്ക് എങ്ങനെ കണ്ടെത്താമെന്നുള്ളതാണ്. സർച്ച് വാക്യങ്ങൾ 17-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ പറയുന്നു, സ്നേഹിതനെ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു, അനർത്ഥകാലത്ത് അവൻ സഹോദരനായിട്ട് തീരുന്നു. ഒരു സ്നേഹിതൻ എന്ന് പറയുന്നത് അവൻ നമ്മളെ കൂടെ നടക്കുമ്പോൾ നമ്മുടെ നല്ല സമയങ്ങളിൽ, നമ്മുടെ നല്ല നേരങ്ങളിൽ, നമ്മുടെ സന്തോഷങ്ങളിൽ, നമ്മുടെ ഏറ്റവും ബെസ്റ്റായിരിക്കുന്ന ടൈമുകളിൽ നമ്മളോട് കൂടെ നിൽക്കുന്നവനല്ല ഒരു നല്ല സഹോദരൻ എന്ന് പറയുന്നത്. നാം അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ഏതെങ്കിലും പ്രയാസങ്ങൾ നേരിടുമ്പോൾ, പ്രതിസന്ധികൾ നേരിടുമ്പോൾ ആ സമയത്ത് ഈ സ്നേഹിതൻ ഒരു സഹോദരനായി മാറുന്ന രീതിയിൽ വരുന്നവനാണ് ഒരു യഥാർത്ഥ സ്നേഹിതൻ, ഒരു യഥാർത്ഥ സഹോദരൻ എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഫിലിപ്പിയർ 2-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിലെ ഒരു നല്ല സഹോദരൻ സ്വാർത്ഥതയില്ലാത്തവനായിരിക്കും, സ്വന്തം കാര്യം മാത്രമല്ല മറ്റുള്ളവരുടെ കാര്യങ്ങൾ കൂടി നോക്കുന്നവനായിരിക്കണം ഒരു സഹോദരൻ എന്ന് പറയുന്നത്. എൻ്റെ ജീവിതത്തിൽ ഞാനിതെപ്പോഴും പാലിക്കാൻ ശ്രമിക്കുന്ന ഒരുവനാണ്. ഒരു തമിഴനെന്നോ മലയാളിയെന്നോ അല്ലെങ്കിൽ ഒരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവനെന്നോ ഒരു ഉയർന്ന ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവനെന്നോ അങ്ങനെ ഒരിക്കലും നോക്കാതെ ഒരു രക്ഷിക്കപ്പെട്ട ഒരു ദൈവവേദലിനെ, അവൻ ഏത് ജാതിയിലോ ഏത് മതത്തിൽ നിന്നോ വന്നവനാണെങ്കിലും ഏത് സാഹചര്യത്തിലുള്ള ഏത് ഭാഷയിലുള്ളവനാണെങ്കിലും അവനെ സ്നേഹിക്കുവാനും എന്നെ കണ്ട് ഏതെങ്കിലും തരത്തിലൊരു സഹായം അവന് ആവശ്യമുണ്ടെങ്കിൽ എന്നാൽ കഴിയുന്ന സഹായം ചെയ്യുവാനും ഞാൻ ഒരുക്കമുള്ള ഒരുവനാണ്. എവിടെയും ഞാൻ എപ്പോഴും അത് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് തിരുവെഴുത്ത് പറയാണ്, ഒരു നല്ല സഹോദരൻ എന്ന് പറയുന്നത് സ്വന്തം ഗുണത്തെ മാത്രം നോക്കുന്നവനല്ല, മറ്റുള്ളവരുടെ ഗുണം കൂടി നോക്കുന്നവരുടെ ഒരുവനായിരിക്കണം. സർച്ച് വാക്യങ്ങൾ 27-6 സ്നേഹിതം വരുത്തുന്ന മുറിവുകൾ വിശ്വസ്തയുടെ ഫലം ശത്രു ചുംബിക്കുന്നത് അധികം. ഒരു നല്ല സഹോദരൻ ഒരിക്കലും നമ്മളോട് എപ്പോഴും മുഖസ്തുതിയും ചക്രമാക്കും പറഞ്ഞുകൊണ്ടിരിക്കില്ല. അവൻ നമുക്ക് ചില തിരുത്തലുകൾ നടത്തിക്കൊണ്ടിരിക്കും, ചില ചൂണ്ടിക്കാട്ടലുകൾ നടത്തിക്കൊണ്ടിരിക്കും. ബ്രദർ, നിങ്ങൾ ആ രീതിയിൽ ചിന്തിക്കുന്നത് ശരിയല്ല, നിങ്ങൾ ആ രീതിയിൽ പോകുന്നത് ശരിയല്ല, നിങ്ങൾ അങ്ങനെ പെരുമാറുന്നത് ശരിയല്ല. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പോരായ്മകൾ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കുറവുകൾ നമ്മളെ ചൂണ്ടിക്കാട്ടി നമ്മളെ തിരുത്തുവാൻ ശ്രമിക്കുന്ന ഒരുവനായിരിക്കും ഒരു നല്ല സഹോദരൻ. അതൊരു പക്ഷേ നമുക്ക് പ്രാരംഭത്തിൽ ഒരു മുറിവ് പോലെ തോന്നിയേക്കാം. അതുകൊണ്ടാണ് തിരുവെഴുത്ത് പറയുന്നത്, സ്നേഹിതം വരുന്ന മുറിവുകൾ അത് വിശ്വസ്തയുടെ ഫലമാണ്. അവൻ നമ്മളെ സ്നേഹിക്കുന്നതുകൊണ്ടും ഒരു നല്ല സഹോദരനായിട്ട് നമ്മൾ ഇരിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് അവൻ നമ്മളോട് അങ്ങനെ പറഞ്ഞു തരുന്നത്. അത് നമുക്ക് കേൾക്കുമ്പോൾ ഒരു പക്ഷേ ഒരു മുറിവായിട്ട് തോന്നിയേക്കാം, എന്നാൽ അത് നമുക്ക് പിന്നീട് തിരുത്തുവാനായിട്ട് സാധിക്കും. ഞാൻ കുറച്ച് മാറി നിന്ന് നാം ചിന്തിക്കുമ്പോൾ ആ സഹോദരൻ പറഞ്ഞ് ശരിയാണെന്ന് കണ്ടെത്തുകയും നാം അത് തിരുത്തുവാൻ ഇടയാകുകയും ചെയ്യും. എന്നാൽ ശത്രു വരുത്തുന്നത് ചുംബിക്കുന്നത് അധികം. ശത്രു നമ്മളെ ചുംബിക്കുക, അല്ലെങ്കിൽ ഒരു സഹോദരനാണ്, നല്ല സഹോദരനാണ് നമുക്ക് തോന്നുന്ന ഒരാൾ നമ്മളെ എപ്പോഴും മുഖസ്തുതിയും ചക്രവാക്കും പറഞ്ഞുകൊണ്ട് നമ്മളെ ചുംബിക്കുന്നത് അത് ഒരു ശത്രുവിൻ്റെ ലക്ഷണമാണെന്ന് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുകയാണ്. എൻ്റെ ജീവിതത്തിലും എനിക്ക് വ്യക്തമായ അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുകയുണ്ടായി. ഞാനൊരു സഹോദരന് വേണ്ടി അവൻ്റെ ഒരു കഷ്ടകാലത്ത് അവന് ലഭിക്കേണ്ട ഒരു നന്മ ലഭിക്കാതെ വന്നപ്പോൾ ആ കാര്യത്തിൽ ഇടപെടുകയും ആ നന്മ അവന് വാങ്ങിക്കൊടുക്കുവാൻ തക്കവണ്ണം ദൈവം ഞാൻ മുഖാന്തരം ഇടയാക്കുകയും ചെയ്തു. എന്നാൽ ആ നന്മ ലഭിച്ചതിൻ്റെ പിറ്റേ ദിവസം അവൻ എന്നെ വന്ന് ജിപ്പർ ഹോസ്പിറ്റലിന് മുമ്പിൽ വെച്ചിട്ട് എൻ്റെ കൈ പിടിച്ച് ചുംബിക്കുകയുണ്ടായി. ഞാൻ പറഞ്ഞു, ഒരു തമിഴ് സഹോദരനാണ്, ഞാൻ പറഞ്ഞു, ബ്രദർ, നീ കാണിക്കുന്നത് തെറ്റാണ്, ദൈവം മുമ്പാകെ നീ കാണിക്കുന്ന വലിയ പാപമാണ്. ഞാൻ നിന്നെപ്പോലെ ഒരു സാധാരണ മനുഷ്യനാണ്, ഒരു ദൈവമകനാണ്, ഒരു സഹോദരൻ എന്നുള്ള നിലയിലാണ് ഞാനിതെല്ലാം ചെയ്തിരിക്കുന്നത്. അല്ല ബ്രദർ, എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല, ഞാൻ അങ്ങനെ ആയിരുന്നു ഇങ്ങനെ ആയിരുന്നു എല്ലാം കുറേ അവൻ പറയുകയുണ്ടായി. വീണ്ടും അവൻ ചുംബിക്കാനുള്ള ശ്രമിച്ച് ഞാൻ കൈതട്ടി മാറ്റി അവിടെ നിന്ന് പോവുകയുണ്ടായി. അങ്ങനെ അതിനുശേഷം എവിടെ വെച്ച് കണ്ടാലും എന്നോട് പറയും, നമുക്കൊരു ചായ കുടിക്കാമെന്ന് പറയും. അങ്ങനെ കാണുമ്പോൾ ചായ കുടിക്കാനായിട്ട് കയറും. പൈസ കൊടുക്കുന്നത് ഞാനായിരിക്കും. അപ്പോൾ എന്നോട് പറയും, ഒരു പരിശുദ്ധവാൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ചായ വാങ്ങിക്കൊടുക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്, പരിശുദ്ധവാൻ്റെ പണം കൊണ്ട് ഞാൻ ചായ കുടിക്കാനായിട്ടല്ല, ഞാനൊരു പരിശുദ്ധവാന് ചായ അങ്ങനെ എല്ലാം പരിശുദ്ധവാൻ എന്നെല്ലാം പറഞ്ഞ് എന്നെ അങ്ങോട്ട് എന്താ പറയുക, ഒരു വല്ലാത്ത സ്ഥിതിയിലാക്കുന്ന ഒരു മനുഷ്യനാണ്. ഞാൻ വിചാരിച്ചു അയാളുടെ സ്വഭാവ രീതി ആയിരിക്കും എന്നൊക്കെ വിചാരിച്ച് ഞാൻ അതിനെ വലിയ ഇത് ചെയ്യാറില്ല. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഒരു ടെസ്റ്റ് നടക്കുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീർന്നു. സർച്ച് വാക്കിൽ 27-17 ഇരുമ്പിന് മൂർച്ച കൂട്ടുന്നു. അതായത് നമുക്കറിയാം, ഒരു കത്തിക്ക് മൂർച്ച കൂട്ടാൻ ഉപയോഗിക്കുന്നതും ഒരു ഇരുമ്പ് തന്നെയാണ്, അല്ലേ? ഇരുമ്പിൻ്റെ ഒരു കത്തിക്ക് മൂർച്ച കൂട്ടാൻ ഉപയോഗിക്കുന്നത് ഒരു ഇരുമ്പ് തന്നെ, ഒരു അരം ഉപയോഗിച്ച് അതിനെ മൂർച്ച കൂട്ടുന്നു. ഇതുപോലെ ഒരു നല്ല സഹോദരൻ എപ്പോഴും മറ്റുള്ള ഒരു സഹോദരൻ്റെ അവനിലുള്ള കൃപ കണ്ട് അവനെ ഉയർത്തുവാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. ഒരു ദൈവദാസനാണെങ്കിലും ഒരു സാധാരണ ഒരു നല്ല സഹോദരനെ കാണുമ്പോൾ, ഒരു ദൈവകൃപയുള്ള ഒരു സഹോദരനെ കാണുമ്പോൾ അവനൊന്ന് അഭിനന്ദിച്ച് കൂടുതൽ കൃപയിൽ വളരുവാൻ തക്കവണ്ണം അവനെ ഉത്സാഹിപ്പിക്കുകയും ചെയ്യുന്നത് കാണാൻ സാധിക്കും. എന്നാൽ ഇന്ന് അനേക ദേവദാസന്മാരിലെ ഗുണങ്ങൾ വളരെ കുറവാണ് കണ്ടുവരുന്നത്. കാരണം അവർ നല്ല ക്വാളിറ്റി ഒന്നും ഒരിക്കലും അഭിനന്ദിക്കില്ല. എന്നാൽ
എന്തെങ്കിലും ഒരു ചെറിയ വീഴ്ച, ഒരു ന്യൂനത, ഒരു ചെറിയ കുറവ് കണ്ടെത്തൽ ഉടനെ അവനെ തിരുത്താനും അവനെ കുറ്റം പറയുവാനും ശ്രമിക്കുന്ന ദൈവദാസന്മാരെയും സഹോദരന്മാരെയും നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഒരിക്കലും അങ്ങനെയല്ല ചെയ്തത്. അവൻ സഭകളെക്കുറിച്ച് തിരുത്തുമ്പോൾ, അവൻ മൂപ്പന്മാരെ തിരുത്തുമ്പോൾ അവൻ എപ്പോഴും പറഞ്ഞിരുന്നത് അവരുടെ നല്ല ഗുണങ്ങളെ അവൻ ആദ്യം എടുത്തു കാണിക്കുമായിരുന്നു. അതിനുശേഷം മാത്രമാണ് അവരിലുള്ള കുറവുകളെ കാണിച്ചു തരുമായിരുന്നത്. നമുക്കും ഇത് മാതൃകയാക്കാവുന്ന ഒന്നാണ്. കാരണം നമ്മുടെ സഹോദരന്മാരിൽ നാം കുറ്റങ്ങൾ, കുറവുകൾ കാണുമ്പോൾ അത് പറയുന്നതിന് മുമ്പ് അവരിലുള്ള നല്ല ക്വാളിറ്റി ആദ്യം പറയാൻ ശ്രമിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. തിരുവെഴുത്ത് നമ്മെ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഇരുമ്പിന് മൂർച്ച കൂട്ടുന്നു. നമ്മുടെ സഹോദരൻ നമുക്ക് എപ്പോഴും മൂർച്ച കൂട്ടുന്നത്, നമുക്കൊരു ക്ഷീണം വരുമ്പോൾ, നമുക്കൊരു കഷ്ടം വരുമ്പോൾ, നമുക്കൊരു നിരാശ വരുമ്പോൾ, നമുക്കൊരു ദുഃഖം വരുമ്പോൾ, ബ്രദർ നീ എന്തിനും ഭാരപ്പെടുന്നത്, നമുക്ക് ഒരുമിച്ച് സമയം പ്രാർത്ഥിക്കാം, നമുക്ക് ധൈര്യത്തോടെ മുന്നേറാം, നമ്മുടെ വിശ്വാസത്തിൽ ഉറപ്പിച്ച് നമ്മളെ ബലപ്പെടുത്തി നമ്മളെ മുന്നോട്ട് കൊണ്ടുവന്നവനായിരിക്കും ഒരു നല്ല സഹോദരൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നല്ല ഒരു സഹോദരൻ എന്ന് പറയുന്നത് സ്വന്തം ജീവനെ കൂടി കൊടുക്കുന്ന ഒരുവനായിരിക്കും ഒരു നല്ല സ്നേഹിതൻ, ഒരു നല്ല സഹോദരൻ. കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു പ്രത്യേകമായ ഒരു പ്രയാസഘട്ടം നേരിട്ടപ്പോൾ ഈ പരിശുദ്ധവാൻ എന്ന് പറയുന്ന ആ സഹോദരനെ ഞാൻ വിളിക്കുകയുണ്ടായി രാത്രിയിൽ. അപ്പോൾ അദ്ദേഹം, ബ്രദർ ആണോ, അങ്ങനെയാണോ, ഓക്കെ ഞാൻ രാവിലെ ബ്രദറിൻ്റെ അടുക്കൽ വരാമെന്നെല്ലാം പറഞ്ഞ് എന്നോട് വലിയ വാഗ്ദാനങ്ങളെല്ലാം നൽകി. അദ്ദേഹം ഞാൻ നേരിട്ട ആ ഒരു സാഹചര്യം എന്ന് പറയുന്നത് വളരെ ഭയാനകമായ ഒരു സാഹചര്യമായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ കൃപയാൽ ദൈവം എന്നെ അതിൽ നിന്നെല്ലാം സഹായിക്കുകയും വിടുവിക്കുകയും ചെയ്തു. അതെന്താണെന്ന് പിന്നീട് ഒരിക്കൽ ഞാൻ വിശദമായിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം, എന്നെ പരിശുദ്ധവാനെന്ന് വിളിച്ച് എൻ്റെ കയ്യിൽ ചുംബിച്ച് എൻ്റെ ശരീരത്തിൽ ചുംബിച്ച് എന്നെ ഒരുമാതിരി അസഹ്യപ്പെടുത്തിക്കൊണ്ടിരുന്ന, അല്ലെങ്കിൽ ഭയങ്കര എന്നോട് അത്രമാത്രം ഞാനൊരു വിശുദ്ധനാണെന്ന് പറഞ്ഞ് എന്നെ തെറ്റിദ്ധരിപ്പിച്ച് അങ്ങനെ കൊണ്ടുനടന്ന ആ സഹോദരൻ അന്ന് ആ രാത്രിയിലെ ആ ഒരു ഭയാനകമായ വാർത്ത എല്ലാം കേട്ടിട്ട് എന്നെ അയ്യോ എന്നെല്ലാം പറഞ്ഞതിന് ശേഷം പിന്നീട് അദ്ദേഹത്തിൻ്റെ ഫോൺ ഓൺ ചെയ്യുന്നത് പിറ്റേ ദിവസം വൈകിട്ട് 5 മണിക്കാണ്. അദ്ദേഹം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചു. എന്നിട്ട് എന്നോട് ചോദിച്ചു, എന്തായി ബ്രദർ പ്രശ്നം? ഞാൻ പറഞ്ഞു, ബ്രദർ നിനക്കാണ് ഈ പ്രശ്നം നേരിട്ടതെങ്കിൽ ഏത് പാതിരാത്രിയാണെങ്കിലും ഞാൻ നിൻ്റെ വീട്ടിലുണ്ടായിരിക്കും. പക്ഷേ നീ കാണിച്ചതുണ്ടല്ലോ, നീ ഒരു നല്ല സഹോദരനല്ല എന്ന് തെളിയിക്കുകയായിരുന്നു. ദൈവം എനിക്ക് നിന്നെ കാണിച്ചു തരികയായിരുന്നു എന്ന് ഞാൻ അവനോട് പറയുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഈ തലമുറയിൽ ഒരു ദൈവമകനോടോ ഒരു ദൈവമകളോടോ ഞാൻ ഒരിക്കലും അവർ ഏത് ജാതിയിൽ നിന്ന് വന്നതോ, ഏത് മതത്തിൽ നിന്ന് വന്നതോ, ഏത് കാറ്റഗറിയിൽപ്പെട്ടതോ എന്നൊന്നും ഞാൻ നോക്കാറില്ല. രക്ഷിക്കപ്പെട്ട ഒരു ദൈവവേദനാണെങ്കിൽ അവനിലുള്ള ദൈവകൃപ കണ്ടു കഴിഞ്ഞാൽ ഞാൻ സന്തോഷിക്കാറുണ്ട്, ഞാൻ അവനെ ധൈര്യപ്പെടുത്താറുണ്ട്, ഞാൻ അവനെ ഉത്സാഹിപ്പിക്കാറുണ്ട്, ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്താറുണ്ട്, അവനോടൊപ്പം ചിലവഴിക്കാൻ സമയം കണ്ടെത്താറുണ്ട്. എൻ്റെ ജീവിതം കർത്താവ് എന്നെ പഠിപ്പിച്ചത് അങ്ങനെയാണ്. നമുക്കും അങ്ങനെ ആയിത്തീരുവാൻ കൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ സ്വർഗീയ നല്ല പിതാവായ ദൈവമേ, ഇന്ന് രാവിലെ ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനത്തിനായിട്ട് സ്തോത്രം. കർത്താവെ, ഈ വചനം ദൈവനാമ മഹത്വത്തിനായിട്ട് തീരണം. ഞങ്ങളും ഒരു നല്ല സഹോദരനായിട്ട് മാറുവാൻ തക്കോണം കർത്താവ് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ട മക്കളെ അനുഗ്രഹിക്കണം. വിശേഷിച്ച് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഓരോരുത്തർക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീ ദൈവമേ അവരോട് കരുണ കാണിക്കണം, നീ ദയ കാണിക്കണം. കർത്താവെ, അവരുടെ മനസ്സലിവ് കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം ദൈവനാമത്തിൻ്റെ മഹത്വത്തിനാക്കി തീർക്കണമെന്ന് അടിയങ്ങളോട് പ്രാർത്ഥിക്കുന്നു. നല്ല ദിവസം തന്നതിനായിട്ട് സ്തോത്രം. മഹത്വം എടുത്തായിട്ട് അടിയങ്ങൾക്ക് വേണ്ടി ജീവൻ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ.